എല്ലാവർക്കും കോലത്തുനാടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എങ്ങനെ മൂകാംബികയിൽ കുറഞ്ഞ ചിലവിൽ പോയിട്ട് വരാം, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയ അടുത്തുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വെച്ചാണ്. നേത്രാവതി എക്സ്പ്രസ്സിനാണ് നമ്മൾ മൂകാംബികയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഏകദേശം സമയം 12:30 മൂകാംബികയുടെ അടുത്തുള്ള സ്റ്റേഷനായ മൂകാംബിക ജംഗ്ഷൻ റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഒട്ടേറെ ടാക്സിക്കാരും ഓട്ടോക്കാരും ഒക്കെ യാത്രക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൂകാംബികയിലേക്ക്. അങ്ങനെ നമ്മൾ അവിടെയുള്ള പൈസയൊക്കെ ചോദിച്ചു. അപ്പോൾ ടാക്സിക്ക് വരുന്നത് 900 രൂപയും ഓട്ടോക്ക് വരുന്നത് 600 രൂപയാണ്. ഏകദേശം അവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട് മൂകാംബികയിലേക്ക്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി 4 പേരും കൂടി മൂകാംബികയിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഓട്ടോ 1:30-2 മണിയോടെ ഏകദേശം നമ്മൾ മൂകാംബികയുടെ അടുത്തെത്തി. അപ്പോൾ ഓട്ടോക്കാർ നേരെ കൊണ്ടുപോയതൊരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ നമ്മളൊന്ന് പൈസയൊക്കെ അന്വേഷിച്ചിട്ട് വരാൻ ഹോട്ടലിൽ കയറി പൈസ വെച്ചു. അപ്പോൾ അവർ ഒരു ദിവസത്തേക്ക് ഏകദേശം ഒരു 1000 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾക്ക് 500 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് 1500 രൂപയാണ് നമ്മൾക്ക് മേടിച്ചത്. 500 രൂപ നമ്മൾ റൂമിൽ വെക്കറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു തരും എന്ന് പറഞ്ഞാണ് ആ പൈസ മേടിച്ചത്. അങ്ങനെ നമ്മൾ 4 പേരുണ്ടായതുകൊണ്ട് നമുക്കത് നല്ലൊരു റേറ്റായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ റൂം എടുത്തു. വേറെ അന്വേഷിക്കാൻ നിന്നില്ല. നമ്മൾ രാവിലെ എണീച്ചിട്ട് മൂകാംബിക ദർശനത്തിന് വേണ്ടി പോയി. ഒരു 8 മണിക്കായിരുന്നു നമ്മൾ പോയത്. വന്നതിൻ്റെ ഒക്കെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉറങ്ങി തീർത്തിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ എത്തുമ്പോൾ ദേവിയുടെ പ്രദക്ഷിണമായിരുന്നു നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ പൂജാരി ദേവിയെ ഓരോ രീതിയിലും അവിടെ പ്രദക്ഷിണം ലഭിക്കുന്നത് കണ്ടു. ആദ്യം ദേവിയെ എടുത്തിട്ടും പിന്നെ പല്ലക്കിൽ ചുമന്നിട്ടും പിന്നെ തേരിൽ ഇരുത്തിയിട്ടും ഒക്കെയാണ് അവിടെ പ്രദക്ഷിണം നടത്തിയത്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തു. അതെന്തായാലും നിങ്ങളും ഒന്ന് അനുഭവിച്ചു തരണം. അപ്പോൾ ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റും. ദേവിയുടെ കൂടെ നടക്കാൻ പറ്റും. ഭയങ്കര അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇടയ്ക്കൊക്കെ മണിയടിക്കുന്ന ഒച്ച കേൾക്കാം, നാദസ്വരത്തിൻ്റെ ഒച്ച കേൾക്കാം. ഇതൊക്കെ നമ്മൾ വേറൊരു ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വൈബായിരുന്നു നമുക്കെല്ലാവർക്കും. അങ്ങനെ നമ്മളവിടെ വെക്കുമ്പോൾ പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റി. ദേവിയെ രഥത്തിരുത്തി പൂജ ചെയ്യുന്നതും ആ രഥത്തിൻ്റെ മുന്നിൽ നാളികേരം ഉടക്കുന്നതും ആ രഥം വലിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടെന്നെല്ലാം ചെയ്യുന്നതും. കാരണം ആ ദേവിയെ രഥത്തിരുത്തി വലിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതെപ്പോഴും കിട്ടണമെന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടി ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു. അത്രയും നല്ല രീതിയിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ. മൂകാംബിക ദേവി രാവിലെ സരസ്വതി ദേവിയായിട്ടും ഉച്ചയ്ക്ക് ലക്ഷ്മി ദേവിയായിട്ടും രാത്രി പാർവതി ദേവിയായിട്ടുമാണ് കാണപ്പെടുന്നതെന്നാണ് നമ്മളവിടെ പോയപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ 3 സമയത്തും ദർശനം ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ലതാണ് എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ പോയപ്പോൾ കിട്ടിയ പുതിയ അറിവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിനിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, അവിടെ ഒരു സൈഡിൽ സരസ്വതി മണ്ഡപത്തിൽ ഹരിശ്രീ എഴുതിപ്പിക്കും. നമ്മുടെ നാട്ടിലെ ഹരിശ്രീ അരിയിൽ എഴുതിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ മൂകാംബിക ദേവിയുടെ പേരിൽ സരസ്വതി ദേവിയുടെ പേരിലൊക്കെയാണ് അവിടെ അരിയിൽ എഴുതിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളെ കൂടി ഇരുന്നിട്ട് കുട്ടികൾ അരിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റി. ആ ഒരു പൂജാരി മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒട്ടേറെ ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഹനുമാൻ, അങ്ങനെ ഓരോ ദേവീദേവന്മാരൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിപ്പം കാണുന്നത് കുട്ടികളെ കൊണ്ട് അരിയിൽ എഴുതിക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങളും കുട്ടികളും കുടുംബമെല്ലാമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ കൊണ്ടും നിങ്ങൾക്ക് അരിയിൽ എഴുതിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള റെസീറ്റ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മുറിച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ പ്രസാദത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ കിറ്റ് പോലെ നമുക്ക് പ്രസാദം കിട്ടും. അതായത് സ്പെഷ്യൽ ദർശന എന്ന് പറയുന്നത് പോലെ പ്രസാദം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവിടെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ 100 രൂപ 250 രൂപ സ്പെഷ്യൽ പ്രസാദം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഓരോ റേറ്റാണ്. അപ്പോൾ നമ്മൾ 100 രൂപേൻ്റെ ഓരോ പ്രസാദത്തിൻ്റെ കിറ്റ് മേടിച്ചു. അപ്പോൾ അതിൽ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലഡു, ഒരു പനിനീര്,
പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ തീർത്ഥമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു 100 രൂപേൻ്റെ കിറ്റിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടമുള്ള കിറ്റുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. അതുകൂടാതെ പല വഴിപാടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് അവിടെ കഴിപ്പിക്കാം. അങ്ങനെ കുറേ ആളുകൾ അതൊക്കെ ചെയ്യുന്നത് കാണാം. പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ അവിടെ തന്നെ പോയി എനിക്ക് അന്വേഷിച്ചാൽ എനിക്ക് മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, ഒരു അമ്പലത്തിന് ചുറ്റും ഒരു വലിയൊരു ക്യൂവും പിന്നെ ഇപ്പുറം ചെറിയൊരു ക്യൂവും കണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം നമ്മളിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് അത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്നവരാണ് ഈ ദേവിയുടെ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് അവിടെ ഉള്ളിലേക്ക് കയറ്റിവിടും എന്നറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ക്യൂവിനൊക്കെ പോയ സമയത്ത് അവിടെ പോകണമെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകതരം ടിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അതിന് 100 രൂപയാണ് പൈസ. അത് സ്പെഷ്യൽ ദർശനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പം തൽക്കാലം സമയം ഇല്ലാതെ കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ദർശനം എടുത്തു. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് പൈസ ആയത്. ശരിക്കും മൂകാംബിക ദേവിയെ ക്യൂ നിന്നിട്ട് തന്നെ കാണണം, എന്നാലേ നമുക്കതിന് ഫലമുണ്ടാവുള്ളൂ എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് സമയം ഇല്ലാതെ തന്നെ നമ്മൾ 100 രൂപേൻ്റെ സ്പെഷ്യൽ ദർശനം എടുത്തിട്ടാണ് കയറിയത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പറ്റി. അമ്പലത്തിനുള്ളിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ കർശനമായിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ദർശനം കിട്ടി. എന്തായാലും എനിവേ ദേവീനെ എന്തായാലും നമുക്ക് പുറത്ത് വെച്ചിട്ട് കാണാൻ പറ്റി, ഉള്ളിലിരുത്തിയ ദേവീനെയും കാണാൻ പറ്റി. അത് വല്ലാതൊരു അറിവായിരുന്നു. ഉള്ളിൽ ദേവിയുടെ വലിയ ഒരു പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് നിങ്ങൾ കാണണം. പോയിട്ടുള്ളവർക്ക് അത് അറിയാൻ പറ്റും. അവിടുത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പോസിറ്റിവിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പോയവർക്കാണ് പോകാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കുടജാദ്രിയിലേക്കാണ്. അപ്പോൾ കുടജാദ്രിയിലേക്ക് നിന്ന് പോകുന്ന ജീപ്പുകളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരാൾക്ക് 400 രൂപയാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ നമ്മൾ സന്ദർശിച്ചിട്ടുള്ളൊരു സ്ഥലം എന്ന് വെച്ചാൽ സൗപർണികയാണ്. മൂകാംബികയിൽ നിന്ന് 500 മീറ്റർ മാറിയിട്ടാണ് സൗപർണിക. അപ്പോൾ മൂകാംബികയിൽ പോകുന്നവർ അവിടെയും കൂടി നിന്ന് പോകാൻ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നമ്മളെല്ലാ കമൻറ്റിനും നമുക്ക് പറ്റുന്ന എല്ലാ കമൻറ്റിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം. ഇനിയും ഇതേപോലത്തെ വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.